നമ്മൾ കുഴലിട്ട് കുടിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴൽ കേട്ടോ. എടാ നിനക്കൊരു കാര്യം അറിയോ? എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. അടിപൊളി സദ്യ കേട്ടോ, പറയാണ്ടിരിക്കാൻ അത്ര അല്ല, അടിപൊളി ഗംഭീര സദ്യയാണ്. ഭയങ്കരമായിട്ട് വില കുറവാണ്. അതെ, ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ നിന്ന് ആ ഭക്ഷണം ഒന്നും കഴിച്ചിട്ട് പോകാൻ പോകുന്നത് കേട്ടോ. എന്നും നമ്മൾ കടയിൽ നിന്നാണ് കഴിക്കുന്നത്. മിക്ക ദിവസവും യാത്ര ചെയ്യുമ്പം കടയിൽ ഫുഡാണ്. എന്തായാലും പൂരിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് വീട്ടിൽ നിന്ന് നല്ല കിഴങ്ങ് കറി കേട്ടോ, കിഴങ്ങ് കറിയും പൂരിയും കട്ടൻ കാപ്പിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകാതെ. അപ്പോൾ എവിടെ പോകാമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ? വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലവുമായിട്ടാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ പോകുകയാണ്. അവിടെ കാപ്പി കുടിച്ചായിരുന്നോ? അടിപൊളിയായിട്ടുള്ള പൂരിയാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. ഞാനതാ കഴിക്കാൻ പോവുകയാണ്. എന്ത് പറയാനാണ്, ഇന്ന് ഏത് സ്ഥലമാണ് എന്താണെന്ന് എനിക്കും അറിയില്ല. ഞാനും ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് കേട്ടോ. സൂപ്പർ, നല്ല, അതായത് വറുത്തരച്ച ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അതിൽ നമ്മളെ ഈ പൂരിയും കൂടെ. ഇഷ്ടമാണോ പൂരി? അതെ, എണ്ണയിലുള്ള ഇതാണ് എങ്കിലും വിലപ്പൊരിക്കാൻ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ. സൂപ്പർ. അപ്പം പിന്നെ നമുക്കിനിയും ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ. എടാ നിനക്കൊരു കാര്യം അറിയോ? ഈ പൈസ കൊണ്ട് നീ വിചാരിക്കും നിന്നെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോകുന്നതോ എന്ന് നീ ചിന്തിക്കുക. അങ്ങനെയല്ല കേട്ടോ. ഞാൻ 50,000 രൂപയ്ക്ക് 5 വർഷം കൊണ്ട് പലിശ കൊടുക്കുന്ന ഒരാളാണ്. ബാങ്ക് ലോണ്, ആ പലിശക്കടം, അടുത്തെന്ത് പറയാനാണ്, വീടില്ലായിരുന്നു. ഒരു 9 വർഷം വീട് നമുക്കില്ലായിരുന്നു. വാടകയ്ക്ക് താമസിച്ച് ലാസ്റ്റ് ഒരു വീട് വാങ്ങി. അപ്പോൾ ഈ കൊറോണ ടൈമിലൊക്കെയാണ് നമുക്ക് വാങ്ങാൻ പറ്റിയത് കേട്ടോ. ആ ടൈമിൽ നമ്മൾ ഇരുന്നത് ഇന്ന് വരെ എണീറ്റിട്ടില്ല. അപ്പോൾ 5 വർഷം കൊണ്ട് 50,000 രൂപയ്ക്ക് 1,500 രൂപ വെച്ച് ഞാൻ എത്ര രൂപ പലിശ കൊടുത്തെന്ന് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എഴുതുക കേട്ടോ. സങ്കടമുണ്ട്, മുതൽ കൊടുക്കാൻ പറ്റാത്തതുണ്ട്, ബാങ്ക് ലോൺ അടച്ചില്ല, എല്ലാം ഒത്തിരി എന്ത് പറയാനാണ്. കാണുമ്പോലെ അല്ല കേട്ടോ, ഞാൻ വലിയ ഗെറ്റപ്പാണ്. കൂടെ വന്നോളൂ. എങ്ങനെ അറിയാം? കരിക്കുമാ, എന്നിട്ട് പൈസ തന്നാ ഞാൻ. ആർക്ക്? എനിക്കോ? നിങ്ങൾക്ക്? 86 വയസ്സ് ആയി. കണ്ടാ പറയില്ല കേട്ടോ. ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയേ ഇല്ല. അപ്പൊ കരിക്ക് വാങ്ങിക്കോ. ഞാനാണ് വാങ്ങിച്ചത്. എന്താണ് ഇത്ര ഉറപ്പ്? ആണോ? എന്തായാലും ഇന്നൊരു കരിക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് തരണോ? വെട്ടി. അതാണ് സുധാകരൻ. ഫ്രീ ആയിട്ട് കൊടുക്കും. ഇവിടെ എവിടെ ക്ഷേത്രമാണ്? എവിടെയാണ്? 1 കിലോമീറ്റർ ഉള്ളു ഇന്ന് അല്ലേ? നമ്മൾ ക്ഷേത്രമൊക്കെ പോയി, ക്ഷേത്രത്തിലൊക്കെ പോകണം. നിങ്ങൾ വരുന്നോ അങ്ങോട്ട്? ഇവിടെ ഈ ബിസിനസ് അല്ലേ? അവിടെ നിൽക്കണം. നമുക്ക് രണ്ടരക്ക് പോവാം. കുഴപ്പമില്ല ചേട്ടാ. എന്ത് കുഴപ്പം? 3 മാസമായി. ചേട്ടാ എനിക്ക് എന്തായാലും നിങ്ങൾ തന്നെ ഒരു കരിക്ക് വെട്ടിത്തരും. എനിക്ക് വെള്ളദാഹമാണ്. അതെ, ഇരിക്കണില്ലേ? നിങ്ങളെ നാട്ടുകാരി ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര എന്ത് പറയാനാണ്, എത്ര സ്നേഹം. അത് മാത്രമല്ല, ഒരിക്കൽ വരുന്നവര് പിന്നും വരണം, മനസ്സിലായോ? ഇത് സ്നേഹത്തോട് തന്നെയാണ് നിൽക്കേണ്ടത്. അപ്പൊ ചേട്ടൻ നല്ല സ്നേഹം എന്നാണ് പറയുന്നത്. അല്ലേ ചേട്ടാ? കൈ മുടക്ക സ്നേഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെന്നാ പറയുന്നത്. എത്രയാണ് ഒരു കരിക്കിന്റെ വില? പിന്നെയുള്ള കാര്യം. ആദ്യം നിങ്ങൾ വെള്ളം കുടിക്കേ. തിരുവനന്തപുരത്തുള്ള വിലയത് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പോണം. എന്തായാലും ഒരു കരിക്കും വെള്ളം കുടിച്ചിട്ടാവാം ഇനിയുള്ളൊരു യാത്ര.
ചേട്ടൻ നമുക്ക് വേണ്ടി അടിപൊളിയായിട്ട് തേങ്ങയാണോ ചേട്ടാ അത് വെട്ടിയ എൻ്റെ ഒരു ഭാഗ്യദോഷത്തിന് ചേട്ടാ തേങ്ങയ്ക്ക് പത്ത് വിലയാണെന്ന് അറിയാമോ 92 രൂപയായി അല്ലേ 1 കിലോ നാടൻ തേങ്ങയ്ക്ക് ഇവിടെ 100 രൂപയുള്ളൂ. 1 കിലോ അല്ലേ അതെ 100 രൂപ വിലയായി കേട്ടോ 1 കിലോ 2 തേങ്ങ തൂങ്ങുമോ അപ്പൊ എന്ത് ചെയ്യും അല്ലേ ചേട്ടാ നല്ല വെയിറ്റ് ഉള്ള തേങ്ങ ഓ 1 കിലോ അല്ലേ നല്ല വെയിറ്റ് 100 രൂപ ആരെ വണ്ടി എന്റെ വണ്ടി അപ്പുറത്തില്ല വണ്ടി കയറി പോണം താക്കൊന്നുമില്ല അല്ല ഞാൻ വെട്ടി പിടിച്ചോളാം വണ്ടി കാണുമെന്ന് എനിക്കറിയാം. പാവങ്ങളാ ചേട്ടാ വണ്ടിയൊന്നുമില്ല വല്ല ബസ്സിലൊക്കെ കയറിയാ വരുന്നത് പലിശയൊക്കെ കൊടുത്തിട്ടാ വരുന്നത് ആ പലിശ കൊടുത്തതിന് ക്ഷീണം മാറാനോ ഒരു ഇവിടെ പാവങ്ങളായിട്ട് ആരുമില്ല. ഞാൻ ഉണ്ട് എല്ലാവരും പണക്കാരാണ്. നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരെയും പണക്കാരായിട്ട് കണ്ടൊക്കെയാണ്. മുഖ്യമന്ത്രി അത് ശരിയാ മുഖ്യമന്ത്രി എല്ലാരും പണക്കാരായിട്ട് കണ്ടിട്ടുണ്ടോ അല്ലാതെ നമ്മള് പാവങ്ങളാണ് അതാണ് നമ്മള് കുഴലിട്ട് കുടിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴൽ കേട്ടോ അല്ല കേട്ടോ ഓസ് ഓസ് വലിയ കുഴൽ അത് ഓസ് ഓസ് കുഴല് സ്ട്രോ എന്നൊക്കെ ആരും പറയത്തില്ല കേട്ടോ കൂടുതൽ ഓസും കുഴലും അതാണ് നമ്മുടെ നാടൻ ഭാഷ കേട്ടോ ഒത്തിരി വെള്ളമുണ്ട് കൊള്ളാം ഇല്ല കുഴപ്പമില്ല ഇപ്പൊ നമ്മൾ കരിക്ക് കുടിച്ചിട്ട് ഇനി നമ്മൾ ക്ഷേത്രത്തിൽ കൂടെ പോയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകേണ്ടത് കേട്ടോ ഇന്ന് തീരെ എത്ര ദിവസത്തെ ഉത്സവമായിരുന്നു 10 ദിവസത്തെ ഉത്സവമായിരുന്നു കഴിച്ചോ എന്ന് 10 അപ്പൊ ഒറ്റശേഖര മംഗലത്തെ നമ്മൾ ഒരു ശിവക്ഷേത്രത്തിലാണ് ഉള്ളത് ഇന്ന് ആറാട്ടാണ് 10 ദിവസത്തെ ഒരു പരിപാടിയാണ് പക്ഷെ ഇന്ന് 10ാം ദിവസമാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടെ വന്നതൊന്നുമല്ല യാദൃശ്യമായിട്ട് ഇവിടെ എത്തിപ്പെട്ടതാണ് അപ്പൊ എന്തായാലും ഇവിടെ അന്നദാനമൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം പോയി ഒന്ന് പ്രാർത്ഥിക്കാം അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് പോവാം അപ്പൊ ഇതാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് ഏത് ജില്ലയെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ ബാക്കി വിശേഷം ഞാൻ പിന്നാലെ പറയുന്നതായിരിക്കും കൂടെ വന്നു അപ്പൊ ഞാൻ എന്തായാലും ഭക്ഷണം വാങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല അന്നദാനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മഹാദേവ ക്ഷേത്രമാണ് നമ്മുടെ ചെമ്പൂരാണ് തിരുവനന്തപുരം ജില്ലയാണ് മേജർ ഒറ്റശേഖര മംഗലം കേട്ടോ ശ്രീ മഹാദേവ ക്ഷേത്രം ഒന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ആറാട്ട് വൈകുന്നേരം 6 മണിക്ക് എന്നാണ് പറയുന്നത് നല്ല അവിയലുണ്ട് പച്ചടിയുണ്ട് തോരനുണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ അതിലുപരി പായസം കൂടെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കഴിച്ചിട്ട് വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് ഒരുപാട് താമസിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് 10ാമത്തെ ദിവസമാണ് എന്തായാലും ഇന്ന് ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമായിട്ട് തോന്നുന്നു അന്നദാനം മഹാദാനം ഒത്തിരി പേര് ഇവിടെ ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് എന്നാ പിന്നെ ഓക്കെ നിങ്ങളെ ക്ഷണിക്കുകയാണ് അങ്ങനെ 3 ഐറ്റം പായസം ഉണ്ട് കേട്ടോ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല അടിപൊളി സദ്യ കേട്ടോ പറയാണ്ടിരിക്കാൻ അത്ര അല്ല അടിപൊളി ഗംഭീര സദ്യയാണ് നമ്മുടെ പാൽപ്പായസമാണ് ഇത് ഈ കളറിലായിട്ടുണ്ട് പരിപ്പ് കൂടെ ചേർന്നപ്പം രണ്ടും കൂടെ മിക്സ് ആയതാണ് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏത് പായസമാണ് ഇഷ്ടം അതെ അപ്പോൾ പിന്നെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ലൊരു ആറാണ് ഒഴുകുന്നത് അതാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഫസ്റ്റ് ടൈമാണ് യാദൃശ്ചികമായിട്ട് ഇവിടെ എത്തിപ്പെട്ടതാണ് ഉത്സവത്തിൻ്റെ 10ാം ദിവസമാണ് എനിക്കിവിടെ എത്തിപ്പെടാൻ സാധിച്ചത് ഇന്ന് ആറാട്ടാണ് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ അപ്പോൾ ക്ഷേത്രത്തിൽ എന്ത് പറയാനാണ് ഒരുപാട് പ്രോഗ്രാമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആറ് എവിടെ നിന്നാണ് ഒഴുകി വരുന്നതെന്ന് എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഈ ആറിൻ്റെ തൊട്ട് മുകളിലാണ് ഈ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്
അപ്പോൾ ഇത് കണ്ടല്ലോ, ക്ഷേത്രത്തിൻ്റെ വിഷ്വൽ നമുക്ക് കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇന്ന് 2:30 മണി വരെ ഉള്ളൂ കേട്ടോ. ഫുഡ് ഒരുക്കുന്നതിൻ്റെ ഒരു ഇവിടുത്തെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ അതിൻ്റെ ഒരു തത്രപ്പാടിലാണ്. എന്നാലും വൈകുന്നേരം ആറാട്ടായതുകൊണ്ട് 2:30 വരെ ഫുഡുള്ളൂ. 10 ദിവസം അതിഗംഭീരമായ സദ്യ തന്നെയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ശ്രീ മഹാദേവ ക്ഷേത്രമെന്ന് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷം. യാദൃശികമായിട്ട് എത്തിപ്പെട്ടത് കൊണ്ട് അടിപൊളി തന്നെയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ മഹാദേവ ക്ഷേത്രത്തിലൊക്കെ പോയി അന്നദാനമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എന്തായാലും പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. അത്രമാത്രം മഴയുടെ ഇരുട്ട്. അങ്ങോട്ടൊന്ന് ആകാശം ഒന്ന് എടുത്ത് കാണിച്ചേ. ആകാശം എടുത്ത് കാണിക്കാനല്ല, ആകാശം ഒന്ന് കാണിച്ചു കൊടുത്ത്. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, ഞാൻ മുമ്പും ഇവിടെ വന്നിട്ടുള്ളതാണ്, പക്ഷെ വാങ്ങിയിട്ടില്ല കേട്ടോ. ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ 1 കിലോ വെളിച്ചെണ്ണ 260 രൂപയാണ്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആണ്. എന്തായാലും 1 കിലോ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇന്ന് പറ്റുമോടാ നമുക്ക് അങ്ങ് കയറാനായിട്ട്. ഇന്ന് നമ്മൾ എവറസ്റ്റ് മലയൊന്നുമല്ല, സാധാരണ ഒരു കുഞ്ഞി പാറയും മലയും ഒക്കെയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ അവിടെ പോകാമെന്ന് ഞാൻ കരുതിയത് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ ഹെവി ആയിട്ടൊന്ന് കഴിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് 2 പൂരി, അത് കഴിഞ്ഞ് കരിക്കും വെള്ളം, അന്നദാനം. ഇത് എവിടെ പോകണം ചേച്ചി എന്ന് മാത്രം ചിന്തിക്കരുത്. ഞാൻ ഓർത്തുനിന്ന് മല കയറിയൊക്കെ കുറച്ചൊക്കെ കുറയ്ക്കാമെന്ന് വിചാരിച്ച് പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് പറയാനാണ്, ആര്യങ്കോടാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്. വീണ്ടും പറഞ്ഞു പോവുകയാണ്, തിരുവനന്തപുരം ജില്ല. പിന്നെ ഒരു പുതിയ വിശേഷവും പുതിയ കാഴ്ചയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയ വീഡിയോ ആയിട്ട് ഓടി എത്തുന്നതായിരിക്കും. 1 കിലോ എണ്ണയും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകണം. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താ വജ്ജി ഇതൊക്കെ ഉണ്ടാക്കി എൻ്റെ സുഹൃത്തുക്കൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ടാറ്റാ ബൈ ബൈ പോവുകയാണ് കേട്ടോ. മഴയാണ്, മഴയ്ക്ക് മുമ്പേ വീട്ടിലെത്തേണ്ടതുണ്ട്. വരുന്നുണ്ടോ കൂടെ?